മാനസം വാഞ്ചിക്കുന്നു. നാഥ നിന്റെ ശബ്ദം കേൾക്കുവാൻ എന്റെ മാനസം വാഞ്ചിക്കുന്നു. നാഥ നിന്റെ ശബ്ദം കേൾക്കുവാൻ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ശക്തിപ്രകടനങ്ങളുടെ നാളുകളിലാണ് നാം ജീവിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ അക്രമ പ്രവർത്തനങ്ങളിൽ കൂടിയും സമരം ചെയ്തും അവരുടെ ശക്തി പ്രകടിപ്പിക്കുന്നു. മധ്യപൂർവ്വ ദേശങ്ങളിൽ ഇന്ന് അമേരിക്കയും ഇറാനും ഇസ്രായേലും ഡ്രോണുകൾ അയച്ചും മിസൈലുകൾ വിക്ഷേപിച്ചും ബോംബുകൾ വർഷിപ്പിച്ചും അവരുടെ ശക്തി പ്രകടിപ്പിക്കുന്നു. ഉക്രൈനും റഷ്യയും ആയുധശക്തി പ്രയോഗിച്ച് വർഷങ്ങളായി ശക്തി പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യം ഈ വിധത്തിലുള്ള ശക്തിയാണ്. നമുക്ക് വേണ്ടത് യഹോവയിൽ കൂടി ലഭിക്കുന്ന ശക്തിയാണ്. ആ ശക്തി എങ്ങനെ ലഭിക്കും? യെശയ്യാവ് 40:31 പറയുന്നത്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും എന്ന്. യഹോവ നൽകുന്ന ശക്തി അനുഭവിക്കുമ്പോൾ നമ്മുടെ വിശ്വാസയാത്രയിൽ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുവാനും തളർന്നു പോകാതെ ഓടുവാനും ക്ഷീണിച്ചു പോകാതെ നടക്കുവാനും കഴിയും. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ലഭിക്കുന്ന ശക്തിയെ ആലങ്കാരികമായി ചിറകടിച്ച് കയറുന്ന കഴുകൻ്റെ ശക്തിയോടാണ് ഇവിടെ സാമ്യപ്പെടുത്തിയിരിക്കുന്നത്. കഴുകൻ ആകാശത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ മാർഗമധ്യേ എന്ത് തടസ്സങ്ങളുണ്ടായാലും ചിറകടിച്ച് മേലോട്ടുയർന്ന് തടസ്സങ്ങളെ അതിജീവിക്കും. യഹോവയെ കാത്തിരിക്കുന്നവരും ഇതുപോലെ തന്നെയാണ്. അവർക്കുണ്ടാകുന്ന പ്രതികൂലങ്ങളിലും പ്രയാസങ്ങളിലും ഒരിക്കലും തകർന്നു പോകില്ല, നിരാശരാകുകയില്ല. കഴുകനെക്കുറിച്ച് മൂഢമായ ഒരു വിശ്വാസം പുരാതന കാലത്ത് ഉണ്ടായിരുന്നു. അതായത് പ്രായമാകുമ്പോൾ കഴുകൻ്റെ തൂവലുകൾ പൊഴിയുകയും പുതിയ തൂവലുകൾ മുളച്ച് യൗവനം പുതുക്കപ്പെടുകയും ചെയ്യും. സങ്കീർത്തനത്തിലും ഇത് ദൃഷ്ടാന്തമായി പറയുന്നുണ്ട്. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. 103:5. അതായത് യഹോവയെ കാത്തിരിക്കുന്നവർക്ക് ജീവിതത്തിലുണ്ടാകുന്ന ഏത് പ്രതിസന്ധികളെയും തകർത്ത പുതുശക്തിയോട് മുന്നേറുവാൻ കഴിയും. നമ്മിലുള്ള ആത്മീക ശക്തിയും ചൈതന്യവും വിവിധ സാഹചര്യങ്ങളിൽ നഷ്ടപ്പെട്ടു പോയേക്കാം. ആത്മീക ശക്തി നഷ്ടപ്പെട്ടു പോയത് ചിലപ്പോഴെങ്കിലും നാം അറിയാറില്ല. ശിംശോൻ്റെ ജീവിതം ഇതിനുദാഹരണമാണ്. യഹോവ അവനെ വിട്ടുപോയത് അവൻ അറിഞ്ഞില്ല. ന്യായാധിപന്മാർ 16:20. തന്നിൽ നിന്നും വിട്ടുപോയ ശക്തി മടക്കി കിട്ടുന്നതിനായി ശിംശോൻ പ്രാർത്ഥിച്ചു. 16:28. പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ യഹോവയ്ക്കായി കാത്തിരുന്ന വേറൊരു വ്യക്തിയാണ് ദാനിയേൽ. 30 ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ യാതൊരു ദേവനോട് എങ്കിലും പ്രാർത്ഥിക്കുന്നവരെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയും എന്ന് രാജകൽപ്പനയിൽ പതറാതെ താൻ മുൻപ് ചെയ്തിരുന്നത് പോലെ തന്നെ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ദാനിയേൽ സ്തോത്രം ചെയ്തു. ദാനിയേൽ 6:10. യേശുവിൻ്റെ ശക്തിയുടെ രഹസ്യം തൻ്റെ പിതാവിനോടുള്ള സംസർഗമായിരുന്നു. മരുഭൂമിയിൽ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച യേശു ആത്മാവിൻ്റെ ശക്തിയോടെയാണ് മടങ്ങി വന്നത്. ലൂക്കോസ് 4:14. ഗെത്സമനെ തോട്ടത്തിൽ യേശു പ്രാണവ്യഥയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവനെ ശക്തിപ്പെടുത്തുവാനായി സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അവന് പ്രത്യക്ഷനായി. ലൂക്കോസ് 22:43. യേശുവിൻ്റെ ജീവിതം പ്രാർത്ഥനയിൽ ശക്തിപ്പെട്ടുവെങ്കിൽ നാം ശക്തി പ്രാപിപ്പാനായി എത്രയധികമായി കർത്താവിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കണം. ദൈവസന്നിധിയിലുള്ള കാത്തിരിപ്പിൻ്റെ കുറവാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പരാജയങ്ങൾക്കും കാരണം. പലപ്പോഴും തിരക്കിട്ട ജീവിതത്തിനിടയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കാത്തിരിപ്പാൻ നമുക്ക് ഒട്ടും സമയമില്ല. തിരക്കുകൾക്കിടയിൽ നാം വെട്ടിച്ചുരുക്കുന്നത് പ്രാർത്ഥനയുടെ സമയമല്ലേ? നമുക്ക് എത്രയും അധികം ചുമതലകളും അധ്വാനവും തിരക്കുമുണ്ടോ, അവയെ ശരിയായ വിധത്തിൽ പൂർത്തീകരിക്കുന്നതിന് എത്രയും അധികം ദൈവകൃപ ആവശ്യമാണ്. ആ ദൈവകൃപ പ്രാപിക്കണമെങ്കിൽ
ദൈവസന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിപ്പാൻ നാം തയ്യാറാകണം. ഇസ്രായേലിലെ മഹാനായിരുന്ന രാജാവ് ദാവീദ് പറയുന്നത്, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവനെങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. സങ്കീർത്തനം 40:1-2 വാക്യങ്ങൾ. ദാവീദ് യഹോവയ്ക്കായി കാത്തിരുന്നപ്പോൾ യഹോവ അവനു വേണ്ടി പ്രവർത്തിച്ചു. കുഴഞ്ഞു മറിഞ്ഞു പോകാമായിരുന്ന സാഹചര്യങ്ങളിൽ നിന്നും അവനെ കരം നീട്ടി വിടുവിച്ചു. ദാനിയേലിനെ പോലെയും ദാവീദിനെ പോലെയും നമുക്ക് കർത്താവിനായി കാത്തിരിക്കാം. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവനും യഹോവ നല്ലവൻ എന്ന വിലാപങ്ങൾ 3:25 പറയുന്നത്. കർത്താവേ, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിപ്പാനുള്ള കൃപ എല്ലായ്പ്പോഴും എനിക്ക് തരണമേ. ആമേൻ. പാപയിമ്പങ്ങൾ നിറഞ്ഞ ലോകത്തിൽ പാവനമായി ഞാൻ നിൻ സേവ ചെയ്യുവാൻ. പാപയിമ്പങ്ങൾ നിറഞ്ഞ ലോകത്തിൽ പാവനമായി ഞാൻ നിൻ സേവ ചെയ്യുവാൻ. ആത്മശക്തിയാൽ ശുദ്ധീകരിക്കണേ, ആദ്യ സ്നേഹത്താൽ ജ്വലിക്കുവാൻ. ആത്മശക്തിയാൽ ശുദ്ധീകരിക്കണേ, ആദ്യ സ്നേഹത്താൽ ജ്വലിക്കുവാൻ. ഒന്നു മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു, ദൈവമേ നിന്റെ മുഖം കാണുവാൻ. എന്റെ മാനസം